Good morning all. Myself Vishnu Vijayan, Assistant Professor of MBA Department, SNIT Adu. Today we are going to discuss about, today we are going to revise a law of diminishing marginal utility. We already discussed it in the class. It's a revision time, so it's again we need to repolish it. So what is law of diminishing marginal utility? This topic is coming in the first unit of business economics as per KTU. So BTech students, please listen this topic. It's very important. Don't leave this topic. Let's move to the discussion part. A law of diminishing marginal utility. So let's start from the basic. What is utility? എന്താണ് utility? So first of all, we can narrate utility is an economic term. Or utility is the satisfaction derived from the consumption of each additional unit. So utility is the satisfaction power of a product while we consume it. ഒരു പദാർത്ഥം അല്ലെങ്കിൽ ഒരു വസ്തു നമ്മൾ ഭക്ഷിക്കുമ്പോൾ ആ വസ്തുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ, നമുക്ക് കിട്ടുന്ന ആ എന്തിനു വേണ്ടിയാണോ നാം അത് കഴിച്ചത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ സാറ്റിസ്ഫാക്ഷൻ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദാഹശമനത്തിനെ നമുക്ക് എന്ത് വിളിക്കാം? Utility എന്ന് വിളിക്കാം. So utility is related to the consumption point. അപ്പം കഴിക്കുന്ന പദാർത്ഥങ്ങളുടേതാണ് യൂട്ടിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? So utility is the satisfaction point we got from the consumption of each unit of a product. Then what is marginal utility? So utility we already understood. Utility is the satisfaction point. Then marginal utility means marginal is always related to the end point. അവസാനത്തെ യൂണിറ്റ് അല്ലെങ്കിൽ അവസാന യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് marginal utility. So utility and marginal utility. Utility is the satisfaction point we got from the consumption of each unit, but the marginal utility is the satisfaction we derived from the last unit of consumption. അവസാന യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ ലെവലിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. Then we move into the law, that is law of diminishing marginal utility. Law of diminishing marginal utility states that when a person who consume more and more unit of a same product, the marginal utility derived from each additional unit will goes on diminishing manner. That is law of diminishing marginal utility states. So ഇത്രയേ ഉള്ളൂ. ഒരു വ്യക്തി ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പ്രോഡക്റ്റ് ഒരു നിശ്ചിത ക്വാണ്ടിറ്റിയിൽ കണ്ടിന്യൂസ് ആയി കഴിച്ചാൽ ഓരോ അഡീഷണൽ യൂണിറ്റ് കഴിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു കുറഞ്ഞ് വരും. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. ലോ വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ലഘുവാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, എല്ലാ പ്രാവശ്യവും ചോദിച്ചാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയും ഫസ്റ്റ് യൂണിറ്റിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാരണവശാലും ഇത് നമുക്ക് ലീവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്, ദാറ്റ് ഈസ് അസംഷൻസ് ഓഫ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക് തിയറത്തിന്റെ അല്ലെങ്കിൽ എക്കണോമിക് ലോസിൽ എല്ലാ എക്കണോമിക് ലോസും ചില അസംഷൻസിന് വിധേയമാണ്. ഈ അസംഷൻസ് ബാധകമായാൽ മാത്രമേ ഈ ലോ ആപ്ലിക്കബിൾ ആകൂ, അതർവൈസ് ദി ലോ വിൽ നോട്ട് ബി സസ്റ്റൈൻഡ്. സോ ദ first assumption of law of diminishing marginal utility is the quality of successive units of goods should remain the same. If the quality of the goods increases or decreases, the law of diminishing marginal utility may not be proven true. എന്ന് പറഞ്ഞാൽ
ഇപ്പം ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ചോക്ലേറ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഫോർ എക്സാമ്പിൾ ഡയറി മിൽക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ആദ്യം ഒരു ഡയറി മിൽക്ക് കഴിച്ചു, രണ്ടാമത് വീണ്ടും കഴിച്ചു. ആദ്യം കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത്രയും രണ്ടാമത് കിട്ടില്ല. മൂന്നാമത് കഴിച്ചു, രണ്ടാമത് കഴിച്ചിട്ട് അത്രയും സാറ്റിസ്ഫാക്ഷൻ മൂന്നാമത്തെ മിനിറ്റിൽ നിന്ന് കിട്ടില്ല. ഇനി അവൻ ആദ്യം ഒരു ഡയറി മിൽക്ക് കഴിച്ചു, അതിനുശേഷം അവനൊരു മഞ്ച് കഴിച്ചു, അതിനുശേഷം അവൻ കിറ്റ്കാറ്റ് കഴിച്ചു, അതിനുശേഷം ഒരു പെർക്ക് കഴിച്ചു എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് മാറി മാറി കഴിക്കുന്നു. അപ്പോൾ ഒരേ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കഴിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കൂ, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് പ്രൂവൺ ആണെന്ന് തെളിയിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് അസംപ്ഷൻ പറയുന്നത്. ദെൻ കൺസംഷൻ ഓഫ് ഗുഡ് ഷുഡ് ബി കണ്ടിന്യൂസ്. നീ കഴിക്കുന്നത് നിശ്ചിത ഇടവേളകൾ കഴിക്കണം. ഒരു യൂണിറ്റ് കഴിച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത യൂണിറ്റ് കഴിച്ചു, അത് കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത യൂണിറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആവില്ല. ദ കൺസംഷൻ ഷുഡ് ബി കണ്ടിന്യൂസ് ബേസിസ്. ദെൻ കൺസ്യൂമേഴ്സ് മെന്റൽ ഔട്ട്ലുക്ക് ഷുഡ് നോട്ട് ചേഞ്ച്. The consumer mental ability should be stable. Then unit of goods should not be very few or small. അപ്പം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഈ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ യൂണിറ്റ്, നമ്മൾ കഴിക്കുന്ന യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കണം, സ്റ്റേബിൾ ആയിരിക്കും. ഒരു ഗ്ലാസ് ചായയാണ് കുടിക്കുന്നെങ്കിൽ ഒരു ഗ്ലാസ് ചായയാണ് കുടിക്കണം, അല്ലാതെ ഒരു സ്പൂൺ ചായ കുടിച്ചിട്ട് പ്രയോജനമില്ല. അല്ലെങ്കിൽ അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ വളരെ ഈ യൂണിറ്റ് വളരെ ചെറുതായി പോയി കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആപ്ലിക്കബിൾ ആകണമെന്നില്ല. So here we narrating a schedule, that is law of diminishing marginal utility schedule. So it describes the diminishing marginal utility. So from the table it's shown that from the first unit of consumption the consumer get the marginal utility as 20 utils. That means when a person consume 1 unit of product, he got 20 utils from that unit. When he consume regularly the second unit, from the second unit he got the utility as 15 units only. Then again he going to consume third, it goes to 10, and ultimately from sixth unit of consumption he got minus utility. That means he didn't get any satisfaction at all when he going to continuously consume up to 6th point of unit consumption. So this is the table you have to take in mind, this table, and when you writing the exam for law of diminishing marginal utility, you have to narrate the theorem first, then you have to define as the diminishing marginal utility schedule. After that you have to narrate it with a graph. That means it converted into this schedule converted into a graph. We discussed in the earlier slide, it is the graphical representation of marginal utility schedule. So you got the right inclined line as like the demand curve. So it is shown that when you consume the first unit you will get marginal utility, high marginal utility. When you going to consume more and more, the marginal utility derived from each additional unit will goes on diminishing manner, and finally it will move to negative side. Next is very important thing, what are the exemptions for the law of diminishing marginal utility? As you told, when you consume or when you got more and more a product continuously, you will get a negative feeling. The law of diminishing marginal utility states that with the consumption of every successive unit of commodity yields marginal utility with a diminishing rate. However, there are certain things on which the law of diminishing marginal utility does not apply. Where it is? It is in the case of drinks, that means liquor, it will not obey the law of diminishing marginal utility. Then money, if you get more money more and more in intervals, you will not getting a dissatisfaction, but your satisfaction will be high. These are the cases somewhere this law of diminishing marginal utility does not obeying also. So your duty is you have to find more this type of examples the law of diminishing marginal utility does not obey. So that is your assignment for this chapter. You have to find out
more exemptions for the law of diminishing marginal utility. Thank you.